പച്ചക്കള്ളം പറയുക, ആവർത്തിച്ചു പറയുക, ജനങ്ങളെ പറ്റിക്കുക, തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് പോക്കറ്റടിച്ചു വാങ്ങുക. ഈ ദിശയിലാണ് കേരളത്തിൽ ഇപ്പോൾ UDFും UDFിനോടൊപ്പം നിൽക്കുന്ന BJPയും മാറിയിട്ടുള്ളത്. ഇവർക്കെതിരെ എല്ലാ നുണപ്രചാര വേലയെയും തിളക്കമാർന്ന സത്യത്തെ മുൻനിർത്തി തുറന്നു കാണിക്കാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല വ്യാജങ്ങളും ഇറങ്ങും, പല വ്യാജ പ്രചാരവേലകളും നിരന്തരം സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓരോന്നും തുറന്നു കാണിക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കള്ളം പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് വോട്ട് നേടാം എന്ന സിദ്ധാന്തമാണ് ഇപ്പോൾ കനകോലു പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ പല ഏകാധിപതികളും ഫാസിസ്റ്റുകളും നുണയെ ഒരു ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ആയുധം നുണയാണ്, നുണ മാത്രം. എന്നാൽ ആ നുണയെ നിഷ്പ്രഭമാക്കാൻ തേജസാർന്ന സത്യത്തിന് മാത്രമേ സാധിക്കൂ. സത്യസന്ധതയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മൂലധനം. മഹാത്മാഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ എനിക്ക് ലോകത്തെ പുതിയതായി ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് ആ സത്യസന്ധതയെയും അക്രമരാഹിത്യത്തെയും ഒരാദർശമെന്ന പോലെ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷമാണ് എന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ വർഗീയ വലതുപക്ഷമല്ല, അവരുടെ കൂട്ടുകെട്ടല്ല. ഇനിയും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാതയിൽ ജനങ്ങളോട് നേരായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ ഓർമ്മപ്പെടുത്തി 10 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു കേരളം എന്ന് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ച് അങ്ങനെയാണ് ഈ ജാഥ പോകുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ കാര്യങ്ങൾ വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു ദശാബ്ദം കൊണ്ട് നമ്മുടെ നാട് എത്ര മാറി. പവർക്കെട്ടില്ലാത്ത നാടായി മാറിയില്ലേ? കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കയ്യിൽ കിട്ടുന്നില്ലേ? ഇന്നലത്തെ വാർത്ത ഞാൻ കണ്ടു. സ്കൂൾ തുറക്കുന്നതിന് മുൻപാണ് ഇതുവരെ പാഠപുസ്തകം കിട്ടിയിരുന്നത്. UDF ഭരിക്കുമ്പോൾ പരീക്ഷാകാലത്ത് പോലും പാഠപുസ്തകം ഇല്ല. പക്ഷെ ഇന്നലെ കണ്ട വാർത്ത, ഇത്തവണ പാഠപുസ്തകം സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് കൊടുക്കുകയാണ്. അവധിക്കാലത്ത് കുട്ടികളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. എത്ര വലിയ മാറ്റമാണ് രംഗത്തുണ്ടായത്. UDF ഭരിക്കുമ്പോൾ ഈ കൊല്ലത്തും ചാത്തന്നൂരും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും റോഡിന്റെ നടുക്ക് ആളുകൾ വാഴ നടുവായിരുന്നു. നിങ്ങൾ മറന്നു ആ കാലം? എന്തിന്? റോഡിൽ വലിയ കുഴികൾ രൂപപ്പെടും, അതടയ്ക്കില്ല. അതിൽ വണ്ടികൾ വീണ്, ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, കാറൊക്കെ വീണ് അപകടപ്പെട്ട് ആളുകളുടെ എല്ലൊടിഞ്ഞ് ചിലർ മരണപ്പെടുന്ന അനുഭവങ്ങളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ രാഷ്ട്രീയമൊക്കെ മറന്ന് അതത് നാടുകളിലെ ആളുകൾ സംഘടിച്ച് അവരുടെ ഒരു ജനകീയ പ്രതിഷേധ രീതി വളർന്നു വന്നു. റോഡിൽ വാഴ നടുക, അതായിരുന്നു. കേരളം ശോചനീയമായ റോഡുകളുടെ പശ്ചാത്തലത്തിൽ കേരളം വികസിപ്പിച്ച ഒരു തനത് സമര രൂപമായിരുന്നു റോഡിൽ വാഴ നടുക. എല്ലായിടത്തും വാഴയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ ഏതെങ്കിലും ഒരു റോട്ടിൽ വാഴ കാണുന്നുണ്ടോ നിങ്ങൾ? എങ്ങനെ ഇല്ലാതെയായി? കോൺഗ്രസ് റെഡിയായിരിക്കുകയാണ് വാഴയൊക്കെ എടുത്ത്, വാഴക്കന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വാഴക്കന്നെന്ന് പറയും, ഇവിടെ എന്താ പറയാന്നറിയില്ല. അതൊക്കെ നടാൻ റെഡിയായിട്ടിരിക്കുകയാണ്. നടണമെങ്കിൽ ഒരു കുഴി ഉണ്ടാവണ്ടേ റോഡിൽ? ആ കുഴി അടയ്ക്കാതിരിക്കണ്ടേ? എത്ര നന്നായി നമ്മുടെ റോഡുകൾ. ഇത് നാട്ടിൽ വന്നൊരു മാറ്റമില്ലേ?